ഹൈറേഞ്ചിൽ നിന്നും ലോ റേഞ്ചിലേക്ക് ചരക്ക് നീക്കം ചെയ്യുന്നതിനായി ബ്രിട്ടീഷുകാർ 1924-ൽ സ്ഥാപിച്ചതാണ് റോപ്പ് വേ. റോഡുകൾ ഇപ്പോഴത്തെ പോലെ അത്ര നല്ലതല്ലാത്ത കാലം നാണ്യവിളകൾ മലയിറങ്ങി വന്നത് ഈ ആകാശപാതയിലൂടെയാണ്. കാലം പരിക്കേൽപ്പിച്ച് വീഴ്ത്തിയിട്ടും ഇപ്പോഴും അവശിഷ്ടങ്ങൾ ബാക്കിയുണ്ട്. കുട്ടിക്കാനത്തു നിന്നും മുണ്ടക്കയം ഈസ്റ്റിലേക്കാണ് റോപ്പ് വേ നിർമ്മിച്ചത്. ഇപ്പോൾ പെരുവന്താനം, കൊക്കയാർ പഞ്ചായത്തുകളിൽപ്പെട്ട പട്ടിക്കുന്ന്, മേക്കുന്നം, അഴങ്ങാട്, മേലോരം, മുണ്ടക്കയം ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇപ്പോഴും തൂണുകളുടെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു. തിരുവിതാംകൂർ രാജഭരണകാലത്ത് കുട്ടിക്കാനത്ത് നിർമ്മിച്ച പഴയ കുതിരാലയത്തിന് സമീപമുള്ള കെട്ടിടത്തിനടുത്താണ് ആദ്യത്തെ 4 കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചത്. മുണ്ടക്കയം ഈസ്റ്റിലെ ഡീപോൾ പബ്ലിക് സ്കൂളിന് സമീപമാണ് റോപ്പ് വേയുടെ അവസാനത്തെ 4 തൂണുകൾ. 19-ാം നൂറ്റാണ്ടിൽ മിഷണറി പ്രവർത്തകനായ ഹെൻറി ബേക്കർ ജൂനിയർ മുണ്ടക്കയത്തെത്തിയ ശേഷമാണ് കേരളത്തെ തേയില വ്യവസായം ആരംഭിച്ചത്. 1905-ൽ സൗത്ത് ഇന്ത്യൻ ടീ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജറായി എത്തിയ ഇംഗ്ലീഷുകാരൻ റിച്ചാർഡ്സൺ തേയില അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കോട്ടയത്ത് എത്തിക്കുന്നതിന് ഇംഗ്ലണ്ടിൽ നിന്നും ലോറികൾ എത്തിച്ചു. വീതി കുറഞ്ഞതും ടാർ ചെയ്യാത്തതുമായ KK റോഡിലൂടെ ആയിരുന്നു ചരക്ക് നീക്കിയിരുന്നത്. കോട്ടയത്തു നിന്നും പെരുവന്താനം കയറ്റം കയറാൻ ലോറികൾ ബുദ്ധിമുട്ടിയതിനെ തുടർന്നാണ് കാളവണ്ടിയിൽ ചരക്ക് നീക്കം ആരംഭിച്ചത്. കാളകൾക്ക് തീറ്റ നൽകാൻ കിട്ടുന്ന പണം തികയാതെ വന്നതോടെ കാളവണ്ടി ഉടമകൾ പണിമുടക്കി. ചരക്ക് നീക്കാൻ പുതിയൊരു ആശയം എന്ന നിലയിലാണ് റോപ്പ് വേ പദ്ധതി ആവിഷ്കരിച്ചത്. 1912-ൽ റിച്ചാർഡ്സൺ ചെയർമാനായി ദി മുണ്ടക്കയം പീരിമേഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് ആൻഡ് ഏരിയൽ റോപ്പ് വേ എന്ന കമ്പനി ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. 1914-ൽ സർവേ നടത്തി നിർമ്മാണം തുടങ്ങി. 3000 അടി ഉയരത്തിൽ നിന്നും 5.5 കിലോമീറ്റർ താഴ്ചയിലുള്ള മുണ്ടക്കയം ഈസ്റ്റിൽ ചരക്കുകൾ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നിർമ്മാണ സാമഗ്രികളുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട കപ്പൽ മെഡിറ്ററേനിയൻ കടലിൽ തകർന്നു. ഇത് റോപ്പ് വേ നിർമ്മാണം തടസ്സപ്പെടുത്തി. യുദ്ധകാലഘട്ടം അവസാനിച്ച 1924-ൽ നിർമ്മാണം പൂർത്തീകരിച്ചു. 2 എഞ്ചിനുകൾ ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. വലിയ 4 തൂണുകൾ വീതം 5 ഇടങ്ങളിലായി സ്ഥാപിച്ച് ഇരുമ്പ് വടം തൂണുകളിൽ ഉറപ്പിച്ചായിരുന്നു റോപ്പ് വേ സ്ഥാപിച്ചത്. പ്രകൃതിക്ഷോഭങ്ങൾ അടക്കമുള്ള നിരവധി കാരണങ്ങളാൽ മുറിഞ്ഞുപുഴയ്ക്ക് സമീപത്ത് പലതവണ വടം പൊട്ടിയതോടെ അധികനാൾ പ്രവർത്തനം നടത്താതെ ഉപേക്ഷിക്കുകയായിരുന്നു. വേണ്ടത്ര വാഹനങ്ങളും യന്ത്രങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് ദുർഘടം പിടിച്ച മലമുകളിലൂടെ സർവേ നടത്തുകയും ഇരുമ്പ് വടവും തൂണുകളും സ്ഥാപിക്കുകയും ചെയ്ത പ്രവർത്തനം ആർക്കും അത്ഭുതം ഉണ്ടാക്കുന്നവയാണ്. നിരവധി മനുഷ്യജീവനുകൾ നിർമ്മാണ കാലത്ത് നഷ്ടമായിട്ടുണ്ട്. എങ്കിലും ഈ റോപ്പ് വേ ദീർഘകാലം നിലനിർത്താൻ കഴിയാത്തത് അതിൻ്റെ ശില്പികൾക്ക് വലിയ വേദനയും ഉണ്ടാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂ വിഷൻ.